എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് പാലക്കാട് മലമുകളിലൊരു അമ്പലമുണ്ട്, കോട്ടമല. ചുറ്റും പാടങ്ങളും തെങ്ങുകളും കരിമ്പനകളൊക്കെ ആയി നിൽക്കുന്ന മനോഹരമായൊരു അമ്പലം. അപ്പോൾ നമുക്ക് കോട്ടമലയുടെ വിശേഷങ്ങൾ കാണാം. ഇന്ന് അവിടെ ധനുപ്പത്ത് മഹോത്സവം നടക്കുകയാണ്. ധനുമാസം 10-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. അതുകൊണ്ട് ഇതുവരെയാണ് നമ്മൾ കാറ് നിൽക്കത്തുള്ളൂ. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു പോവാണ്. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് കൂടിയാണ്. ഈ രണ്ടും ഒരു ദിവസമാണ് വരാറ്. അപ്പോൾ ഇതിൽ കൂടെ നടന്നു പോകാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പാടങ്ങളും വയലുകളൊക്കെ കണ്ട് ഒരുപാട് വണ്ടികളൊക്കെ ഞങ്ങൾക്ക് മുമ്പേ പോയിട്ട് വരുന്നുണ്ട്. ഈ തണുത്ത ഡിസംബറിൽ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വന്ന് അനുഭവിക്കുക തന്നെ വേണം. കാരണം പാലക്കാട് ഏറ്റവും ചൂടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഡിസംബർ ജനുവരി അത് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു പ്രത്യേകതയാണ്. പിന്നെ എങ്ങും പച്ചപ്പായിരിക്കും. ഞങ്ങൾ 6 പേര് കൂടിയാണ് പോകുന്നത്. 3 കുട്ടികളും 3 വലിയ ആളുകളും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. ഇന്ന് ധനുപ്പത്ത് മഹോത്സവമാണല്ലോ. പക്ഷേ ഇത് രാത്രിയാണ് കേട്ടോ ഇവിടെ പരിപാടികൾ. ഈ രാവിലെ അവിടുത്തെ അമ്പലം കാണാനും ജസ്റ്റ് ഒന്ന് തൊഴുതാനൊക്കെയാണ് ആളുകൾ പോകാറ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് പിന്നെ രാത്രി ഇവിടുത്തെ ശരിക്കത്തെ പരിപാടികൾ തുടങ്ങും. പക്ഷെ നമുക്കൊന്ന് അമ്പലം ഒന്ന് പോയി കണ്ടിട്ട് വരാം. മനോഹരമായ കോട്ടമലയൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും മേലെ അമ്പലത്തേക്ക് എല്ലാവരും പോവല്ലേ. പെൺപിള്ളേർ മുല്ലപ്പൂ കണ്ടാൽ വിടില്ലല്ലോ. അവർ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി. എപ്പോഴും ഉത്സവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊരി വാങ്ങി തിന്നാറാണ് പതിവ്. ഇത്തവണ അത് ഞാൻ തെറ്റിച്ച്. കാരണം ഇത്തവണ നന്നായിട്ടൊന്ന് വീഡിയോ ഒക്കെ പറയണം. നല്ല നല്ല കുറേ ഷോർട്സ് എടുക്കണം. ഈ മനോഹരത നന്നായിട്ട് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിക്കണം. നിറയെ ഭക്ഷണങ്ങളുണ്ട്. ഭക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൽമുട്ടായി, അലുവ, പൊരി, കരിമ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ നിറയെ വള, മാല, ഇതെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർക്ക് നല്ല കച്ചവടം കിട്ടും. കാരണം ഇന്ന് ഒരുപാട് തിരക്ക് വരും. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് കൽപ്പടവുകളുടെ താഴെ എത്തി. ഇവിടെ നിന്ന് മേലേക്ക് 200ഓളം സ്റ്റെപ്പുകളുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ എണ്ണിയതാണ്. ഈ കൽപ്പടവുകൾ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയത് മുതൽ ഇവിടെ നിന്ന് മേലേക്ക് കയറാൻ ഒരുപാട് എളുപ്പമാണ്. ഇതില്ലായിരുന്നെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാണ്. ഏതൊരു സാധാരണക്കാരനും സുഖമായിട്ട് മേലേക്ക് പോവാം. ഇവിടെയെല്ലാം രാവിലെ ഒരു 2 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ തന്നെ നല്ലൊരു വ്യായാമമാവും. ഈ കുട്ടി സംഘം ആദ്യം തന്നെ കയറി. അവരവിടെ മേലെ കയറിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. അവർക്ക് നല്ല ഉത്സാഹമല്ലേ. എന്തായാലും ഞങ്ങളുടെ എഞ്ചിനൊക്കെ കുറച്ച് പഴയതായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മെല്ലെയാണ് പോയത്. മേലെ കയറിയപ്പോൾ കണ്ട കാഴ്ച ഒന്നും പറയാനില്ല കേട്ടാ. എന്താ ചുറ്റും ഒരു സൗന്ദര്യമാണ്. കൊടുവായൂർ പഞ്ചായത്തും പല്ലശ്ശേന പഞ്ചായത്തും പിന്നെ നല്ല നെല്ലിയാമ്പതി, നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളും, ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് ഇവിടെ നിന്ന് കാണാം. ഇന്ന് ധനുപ്പത്ത് ഉത്സവമായത് കണ്ട് ഇന്ന് അമ്പലമെല്ലാം തുറന്ന് ഒരുപാട് ആളുകൾ ഉണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. ഈ കോട്ടമല പോലെ തന്നെ ഇതിനടുത്ത് 2 മലകൾ വേറെ ഉണ്ട്. രണ്ടിനും വാമലയാണ്. ഒന്ന് പല്ലശ്ശേനിയിലുള്ളതും ഒന്ന് പല്ലാവൂരുള്ളതും. അവിടെയും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ അയ്യപ്പ ക്ഷേത്രമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലയാള മാസം 1-ാം തീയതി മാത്രമാണ് ഇവിടുത്തെ അമ്പലം തുറക്കുക. അല്ലാത്ത ദിവസം ഇവിടെ തുറക്കാറില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് കാണേണ്ടവർക്ക് കണ്ടിട്ട് പോകാം. കൊടുവായൂരിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കോട്ടമലയ്ക്ക്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൊടുവായൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് വരുമായിരുന്നു. ഇപ്പോഴൊക്കെ പിന്നെ എല്ലാവർക്കും വണ്ടിയായല്ലോ, സ്കൂട്ടിയും ബൈക്കും. പണ്ട് സ്കൂളൊക്കെ വേഗം വിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിരിക്കുന്ന മെയിൻ സ്ഥലമാണ് കോട്ടമല. അന്നും ഇന്നും പ്രകൃതി സൗന്ദര്യത്തിന് ഒരു മാറ്റമില്ല. അന്ന് എത്രത്തോളം പച്ചപ്പുണ്ടായിരുന്നു ഇന്നും ഉണ്ട്. ഇവിടെ 2 കിണറുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് നല്ല റൗണ്ടിൽ ചെറിയൊരു കിണർ, അതിനുള്ളിൽ ഒരു ശിവൻ്റെ വിഗ്രഹം വെച്ചിരുന്നു. പിന്നെ ഒന്ന് ഒരു ചതുരാകൃതിയിലാണ്. അത് വന്നിട്ട് കമ്പി വെച്ചിട്ട് മൂടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോട്ടമലയ്ക്ക് പോകാം. മൊത്തത്തിൽ 4 ഗേറ്റ് ഉണ്ട്. ഈ 4 ഗേറ്റിലെ 3 ഗേറ്റും ഇപ്പോൾ തുറന്നിട്ടിട്ടുണ്ട്, 1 അടച്ചിട്ടിട്ടുണ്ട്. ഈ ഗേറ്റാണിത്, അടച്ച ഗേറ്റാണ് ഇപ്പം നമ്മൾ കാണുന്നത്.
നമുക്കൊരു ഗേറ്റിലൂടെ വെളിയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടല്ലോ. എന്താ രസം. അത് ഈ സമയത്ത് തന്നെ വരണം കേട്ടോ, ഈ തണുപ്പത്ത്. എനിക്ക് കാരണം ഈ ചൂട് സമയത്തൊക്കെ ഇവിടെ കയറുക പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുഴപ്പമില്ലെങ്കിലും ബാക്കിയുള്ള സമയങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് വൈകുന്നേരങ്ങളിൽ വരണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഡിസംബറിലെ തണുപ്പ്, അതും ഈ മലയിലെ വൈബും ഒന്നും പറയാനില്ല. അങ്ങനെ പഴയ കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ചിട്ട് പഴയ കുറേ ഓർമ്മകളായ വർത്ത്. എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിൽ ഞാൻ മാക്സിമം പാലക്കാടിൻ്റെ ഭംഗിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചെറിയ ചെറിയ നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ടാലും ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ മനോഹരമായ കുറേ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾക്കും പോകാൻ സമയമായിട്ടാ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.